ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ഓഗസ്റ്റ് 29 നടന്ന പുരുഷന്മാരുടെ മാരത്തോൺ ഓട്ടമായിരുന്നു ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത്. ബ്രസീലിന്റെ അഭിമാനമായ ദീർഘദൂര ഓട്ടക്കാരൻ വാണ്ടർലെ ഡി ലിമ തന്റെ കായിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിലേക്ക് കുതിക്കുകയായിരുന്നു. മാരത്തോൺ പാതയുടെ 35 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഡി ലിമ വ്യക്തമായ ലീഡോടെ മുന്നിൽ ഓടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ കാൽവെപ്പിലും സ്വർണ്ണ മെഡലിന്റെ സാധ്യതകൾ മുഴങ്ങി നിന്നു. എന്നാൽ വിജയം തൊട്ടടുത്തെത്തി നിൽക്കെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദുരന്തം സംഭവിച്ചു. ഒരു ഐറിഷ് മുൻ പുരോഹിതനായ കൊർണേലിയോസ് നീൽഹോറൻ ഓട്ടപ്പാതയിലേക്ക് ഓടിക്കയറുകയും ഡി ലിമയെ പിടിച്ച് തള്ളുകയും ചെയ്തു. വളരെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഡി ലിമയും കാഴ്ചക്കാരും എല്ലാം പകച്ചുപോയി. ഡി ലിമ നിലത്ത് വീഴുകയും സ്വർണ്ണ മെഡൽ നേടുന്നതിന് അത്യന്താപേക്ഷിതമായ 15 മുതൽ 20 സെക്കൻഡ് വരെ സമയം നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം നിലത്ത് നിന്ന് എഴുന്നേറ്റു. ഒട്ടും ദേഷ്യമോ നിരാശയോ പ്രകടിപ്പിക്കാതെ ഒരു പുഞ്ചിരിയോടെ ഓട്ടം തുടർന്നു. പ്രോത്സാഹനത്തോടെയും സന്തോഷത്തോടെയും അദ്ദേഹം ഓട്ടം പൂർത്തിയാക്കി. മൂന്നാമതായി ഫിനിഷ് ചെയ്തു. മത്സരം പൂർത്തിയായപ്പോൾ ഇറ്റലി സ്വർണവും അമേരിക്ക വെള്ളിയും നേടി. ഏറ്റവും വിഷമകരമായ ഈ അവസ്ഥയിലും ഡി ലിമയുടെ പ്രതികരണം ലോകത്തെ വിസ്മയിപ്പിച്ചു. വെങ്കലം മാത്രമായിരുന്നെങ്കിലും അദ്ദേഹം അതിലുപരിയായ മഹത്വം നേടി. ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നഷ്ടമായപ്പോഴും ഡി ലിമ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അതിനെ കാണുകയും സന്തോഷത്തോടെ തനിക്ക് ലഭിച്ച വെങ്കല മെഡൽ സ്വീകരിക്കുകയും ചെയ്തു. ഒളിമ്പിക്സ് കമ്മിറ്റി അദ്ദേഹത്തിന്റെ അതുല്യമായ കായിക ആത്മാവിനും വിനയത്തിനും വേണ്ടി പിയർ ഡി കൂബർട്ടിൻ മെഡൽ നൽകി ആദരിച്ചു. ചിലപ്പോഴൊക്കെ ചിലർ ഇതുപോലെ നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചേക്കാം, തളർത്തിയേക്കാം, അല്ലെങ്കിൽ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചേക്കാം. എന്നാൽ പ്രതികാരമല്ല മറുപടി എന്ന് ഡി ലിമ തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നമ്മെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ കരയുമ്പോൾ അവർ അവരുടെ വിജയത്തിൽ അഹങ്കരിച്ചേക്കാം. എന്നാൽ എത്ര തളർത്താൻ ശ്രമിച്ചാലും തളരാതെ അവരുടെ മുമ്പിൽ പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ അവർ പരാജിതരാകും. അവഹേളനത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും പരിഹാസത്തിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ ഒരു പുഞ്ചിരിയിൽ ഒതുക്കുവാൻ കഴിയുക എന്നതിലും വലിയ പ്രതികാരം മറ്റെന്തുണ്ട്? ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ എന്ന വേദവാക്യം ഓർമ്മയിലിരിക്കട്ടെ. എല്ലാം ദൈവത്തിനുമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അവൻ നീതിയോടെ ന്യായം വിധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ നീരുൾ നിറം മാറിടുമെന്ന്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ നീരുൾ നിറം മാറിടുമെന്ന്. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവെ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവെ ഇരുത്തുന്ന രാജാവു വേഗം വരുമെൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ